അച്യുത, രണ്ട് സേനയ്ക്ക് നടുവിലായി എന്റെ തേര് നിർത്തുക. യുദ്ധത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന മഹാസൈന്യത്തെ ഞാനൊന്ന് കാണട്ടെ. ദുര്യോധനന്റെ ദുരാഗ്രഹത്തോട് ഐക്യപ്പെട്ട് പടകൂട്ടി എത്തിയവരെ ഞാൻ കണ്ണടച്ചൊന്ന് കാണട്ടെ. അറിയട്ടെ ആരോടാണ് അടരാടേണ്ടതെന്ന്. ഈ കാഴ്ച എന്നെ പരാജിതനാക്കുന്നു കണ്ണ. കൈകാലുകൾ തളരുന്നു, തൊണ്ട പറയണം. ഗാന്ഡീവം എന്റെ കൈകളിൽ നിന്ന് മോർന്നു പോകും. എന്റെ ഗുരുവും ദൈവവുമായ ചങ്ങാതി ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? വിദ്യ ഉദിക്കുന്ന ആചാര്യന്മാർ, സ്നേഹം പകർന്നത് പിതാമഹന്മാർ, മാധവന്മാർ, ശുശ്രന്മാർ, പുത്രന്മാരും പൗത്രന്മാരും. സ്നേഹത്തിനോ ബന്ധുത്വത്തിനോ കടപ്പെടാത്ത ഒരു മുഖം പോലുമില്ല. എന്റെ ജീവൻ വേണ്ടിയോ ത്രിലോകങ്ങൾക്ക് വേണ്ടിയോ പോലും ഇതിലൊരാളെയും എനിക്ക് ദ്രോഹിക്കാനാവില്ല. പിന്നെ എങ്ങനെ കേവലം ഒരു രാജ്യത്തിന് വേണ്ടി എനിക്ക് ഇവരെ വധിക്കാനാവും? എന്നാൽ ആവതല്ല ജനാർദ്ദനൻ. ഗാന്ഡീവം ഉയർത്താൻ പോലും എന്നാലാവുന്നത് എനിക്കാവില്ല. അർജുന, ദയ അറിയിക്കാത്തവർക്ക് വേണ്ടി നീ ദുഃഖിക്കുന്നു, പണ്ഡിതയോജ്യമായി സംസാരിക്കുന്നു. എന്നാൽ പണ്ഡിതർ മരിച്ചവരെ കുറിച്ചും മരിക്കാത്തവരെ കുറിച്ചും അനുശോചിക്കാറില്ല. നത്വൈവാഹം ജാതുനാസം നാത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമത പരം. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരും സൈന്യവും ഇല്ലാതിരുന്നിട്ടില്ല, നാളെ ഉണ്ടാവാതിരിക്കുകയുമില്ല. നീ കൊല്ലാതിരുന്നത് കൊണ്ട് മാത്രം ആരും ഇവിടെ മരിക്കാതിരിക്കുകയും മാത്രം, മരിച്ചതുകൊണ്ട് മാത്രം ഒരു ദേഹിയും നശിക്കുന്നുമില്ല. കണ്ണ, ശോകം, ആശങ്കകൾ ഇതെല്ലാം എന്റെ ചിന്തകളെ വഴിതെറ്റി നടത്തുന്നു. നിന്റെ വാക്കുകൾ, നിന്റെ നല്ല വാക്കുകൾക്ക് മാത്രമേ ഇനി എന്നെ നേരെ നടത്താനാവൂ. നീ പറയൂ അച്യുത, കാലത്തെ ജയിക്കാൻ കെൽപ്പുള്ള നിന്റെ വാക്കുകൾക്ക് വേണ്ടി ഈയുള്ളവൻ തളർന്ന മനസ്സും അടഞ്ഞ കാതും തുറന്നു വയ്ക്കുന്നു. പറയാം അർജുന, നിനക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിനാകെയും വേണ്ടി, കാലങ്ങൾക്ക് വേണ്ടി. പക്ഷെ അതിനു മുമ്പ് നീ പോയ കാലങ്ങൾ ഓർത്തെടുക്ക ചെന്നാൽ നീയും നിന്റെ മാതാവും സഹോദരങ്ങളും കുറിച്ച് അത്രയും ഓർക്ക്. ആട്ടിയോടിക്കലുകളിലും പലായനങ്ങളിലും കാലുവന്ന വഴികൾ ഓർത്തെടുക്ക്. അനുഭവിച്ച അപമാനങ്ങൾ ഓർക്ക്, നേരിട്ട ചതികൾ ഓർക്ക്. കുറഞ്ഞ പക്ഷം സ്വത്വം വെളിപ്പെടുത്താനുള്ള അവകാശം പോലും ഇല്ലാതെ വേഷപ്രച്ഛന്നരായി ഏകചക്രയിൽ ഭിക്ഷാന്തേഹികളായി അലഞ്ഞ ആ കാലമെങ്കിലും ഓർക്ക്. അതെ, തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയിൽ ഓർക്കാൻ മാത്രം ആ നാളുകൾക്ക് സവിശേഷതകൾ ഏറെയുണ്ട്. പാണ്ഡവർ വിപ്ലവ ഭിക്ഷുക്കളായി കഴിഞ്ഞ ആ ആൾമാറാട്ടത്തിന്റെ കാലം.